നമസ്കാരം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ മുസ്ലിമുകളും ക്രൈസ്തവരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. വളരെ വിചിത്രമായൊരു പ്രതിഭാസമാണിത്. ന്യൂനപക്ഷങ്ങളിൽ പെടുന്നതാണ് ക്രൈസ്തവരും മുസ്ലിമുകളും. എന്നാൽ ക്രൈസ്തവ മുസ്ലിം ഐക്യം പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ കാരണം അന്വേഷിച്ചു പോയാൽ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ആനുപാതികമായി ക്രൈസ്തവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു ഫീലിംഗാണ്. ന്യൂനപക്ഷങ്ങളിൽ ശക്തരെന്ന നിലയിൽ, വിലപേശൽ ശക്തി എന്ന നിലയിൽ, ഭരണകൂടങ്ങളെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ, സംഘടിതരെന്ന നിലയിൽ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സമുദായ സംഘടനകളും ക്രൈസ്തവർക്ക് കൂടി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന പരാതിയാണ് ഇത്രയും വഷളാകാൻ കാരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. 80-20 കേസൊക്കെ അങ്ങനെ വന്നതാണ്. ഇതിനൊപ്പം തന്നെ ആഗോള അജണ്ടയുടെ ഭാഗമായി അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ബോധപൂർവം പ്രണയം നടിച്ച് മതം മാറ്റി മുസ്ലിം യുവാക്കൾ കൊണ്ടുപോകുന്നെന്ന് പരാതി ഉയരുന്നു. അതിനെ ലവ് ജിഹാദ് എന്ന് പേരിട്ട് വിളിക്കുന്നു. അത് അവാസ്തവമാണ് എന്നൊക്കെ പറയുമ്പോഴും വലിയ തോതിൽ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരെ കല്യാണം കഴിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ കല്യാണം കഴിക്കുന്ന 99% പെൺകുട്ടികളും മതം മാറുന്നു എന്നതും ഈ വിവാദത്തിന് ചൂടുപിടിപ്പിച്ചു. ഇങ്ങനെയുള്ള ഈ ഭിന്നത അതിശക്തമാണ്, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ. ക്രിസംഖ്യകൾ എന്ന് വിളിക്കപ്പെടുന്നവരും കാസക്കാരുമൊക്കെ ഇതിൻ്റെ പ്രകടമായ മുഖങ്ങൾ മാത്രമാണ്. എന്നാൽ ഇതേ ചിന്താഗതിയിലുള്ള ആളുകളാണ് ക്രൈസ്തവ വിഭാഗത്തിൽ വലിയൊരു പങ്കിനും എന്നതാണ് വാസ്തവം. ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന് നിരന്തരമായി പോരാട്ടം നടത്തുന്ന ഒരാളാണ്. എന്നാൽ എനിക്ക് ഇസ്ലാം എന്ന മതത്തോടൊരു വിരോധവുമില്ല. ഇസ്ലാം മതത്തോട് എനിക്ക് വിരോധമില്ലാത്തത് കൊണ്ട് ഈ തീവ്ര ഇസ്ലാം വിരോധ ചിന്താഗതിയുള്ള ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്നോട് പിണക്കമുണ്ട്. ഞാൻ സുഡാപ്പിയാണ്, അവരുടെ പണം കൈപ്പറ്റിക്കൊണ്ട് സംസാരിക്കുന്നതാണെന്ന് പറയുന്നവർ പോലുമുണ്ട്. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ എന്നെ മുസ്ലിം വിരോധിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്നത്, വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗൂഢാലോചനകൾ നടത്തുന്നതൊക്കെ ഈ മുസ്ലിം ക്രൈസ്തവ ഭിന്നതയ്ക്ക് ഒരു കാരണമായി മാറുന്നുണ്ട്. ആ ഒരു പകപോക്കൽ, എന്നോട് കാട്ടുന്ന ഈ പകപോക്കൽ വാസ്തവത്തിൽ ഒരു പരിധി വരെ സാധാരണക്കാരെ ക്രൈസ്തവർക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ ഈ ഭിന്നത ഒഴിവാക്കി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുമാണ്. അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടണം. അവർക്ക് ആരാധിക്കാനുള്ള, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ആരും തടയാൻ പാടില്ല. എന്തെല്ലാം ഭരണഘടന ഉറപ്പു നൽകുന്നുവോ അവയൊക്കെ അവർക്ക് ലഭിക്കണമെന്ന് സംശയവുമില്ല. എന്നാൽ അത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുമ്പോൾ, അർഹതപ്പെട്ടതിൽ കൂടുതൽ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ എതിർവികാരം ഉണ്ടാവും. ആ എതിർവികാരം ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ പലപ്പോഴും മുസ്ലിം സംഘടനകൾ കാണിക്കുന്നില്ല. അതിന് ഏറ്റവും ഒടുവിലത്തെ 2 ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ പാഠ്യസമയമാറ്റവും സൂംബയും. സൂംബ നൃത്തം കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തത് എന്തുകൊണ്ടാണെന്ന് ഇനിയെങ്കിലും മുസ്ലിം സംഘടനകൾ പറയണം. ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി അല്ല സൂംബ. എന്താണോ സ്കൂളിൻ്റെ രീതി അതേ രീതി തുടരുന്നു. പക്ഷേ ഈ സൂംബ നൃത്തം ചെയ്യിപ്പിക്കുന്നു. അതാ യൂണിഫോമിൽ തന്നെയാണ്, അല്ലാതെ തുണി അഴിച്ചല്ല. അത് ആണും പെണ്ണും കലർത്തിയല്ല. കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ എതിർത്താൽ സ്വാഭാവികമായും ആ എതിർക്കുന്നവർക്കെതിരെ ഒരു ഫീൽ സമൂഹത്തിലുണ്ടാവും. അതിനേക്കാൾ കഠിനമാണ് പഠന സമയമാറ്റത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ആ നിലപാട് ഓരോ ദിവസവും സമസ്ത ഘടിപ്പിക്കുന്നു. ആദ്യമൊക്കെ സർക്കാർ സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഒരു മാറ്റവും വരുത്തില്ല, ഞങ്ങളെ ഭയപ്പെടുത്താമെന്ന് ആരും കരുതണ്ട, ഏതെങ്കിലും മതസംഘടനയുടെ മുമ്പിൽ അടിയറവ് പറയുന്നവരല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആദ്യം ശിവൻകുട്ടി രംഗത്ത് വന്നു. എന്നാൽ ഇപ്പോൾ പതിയെ പതിയെ സർക്കാർ പിന്നോട്ട് മാറുകയാണ്. സർക്കാർ സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. സമസ്തയാവട്ടെ ഒരു പരിഹാര ഫോർമുല തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. വാസ്തവത്തിൽ ഈ പരിഹാര ഫോർമുലയിലെ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ശരിയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് 1100 മണിക്കൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒരു അധ്യയന വർഷം പഠിക്കണമെന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. അത് ഒഴിവാകാൻ കേരളത്തിന് സാധ്യമല്ല. 1100 മണിക്കൂർ പാഠ്യസമയം ഉണ്ടാവണം. ലോകത്ത് മുഴുവനുള്ള ഒരു നിയമത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അത്രയുമില്ല. അതുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പല നീക്കങ്ങൾ തുടങ്ങി. അതിലൊന്ന് ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കാനാണ്. അതിനെ എതിർത്തു. അതിന് അധ്യാപകർ എതിർത്തു, തോൽപ്പിച്ചു. കേസിന് പോയി, കോടതിയിൽ പോയി തോൽപ്പിച്ചു. പിന്നെയുള്ള വഴി അരമണിക്കൂർ വീതം എല്ലാ ദിവസവും കൂടുകയാണ്. അങ്ങനെ 5 ദിവസം അരമണിക്കൂർ വീതം കൂടിയാൽ 2.5 മണിക്കൂറെങ്കിലും അധികമായി കിട്ടും. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാണ് 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരം കൊണ്ടുവന്നത്. ഇപ്പോൾ സമസ്ത പറയുന്നു അതും സാധ്യമല്ല. രാവിലെ 15 മിനിറ്റ് പറ്റില്ല, വൈകുന്നേരത്തെ അരമണിക്കൂർ ആക്കിക്കോളൂ. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെയും ഓണത്തിൻ്റെയും അവധി വെട്ടിക്കുറച്ചോളൂ. ഇങ്ങനെ സമസ്ത പറയുകയും സമസ്ത അത് നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ മുമ്പ് സൂചിപ്പിച്ച ഈ ഭിന്നത ശക്തമാവുകയാണ്. സമസ്തയാണോ തീരുമാനിക്കേണ്ടത്? എല്ലാ പൊതുസമൂഹത്തിനും മുഴുവൻ താല്പര്യമുള്ളൊരു കാര്യത്തിന് വേണ്ടി സമസ്തയാണോ നിലപാടെടുക്കേണ്ടത്?
വാസ്തവത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്ന UDF-നെയാണ്. ഇങ്ങനെ പിടിവാശി കാണിക്കുന്ന സമസ്തയ്ക്ക് മുമ്പിൽ അവർ കീഴടങ്ങുമെന്ന് ഉറപ്പാണ്. കാരണം സമസ്ത UDF-ന്റെ ഭാഗമാണ്. ഇവിടെയാണ് സമസ്ത മനസ്സിലാക്കേണ്ടത് ഇവരുടെ നിലപാട് ബോധപൂർവം ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി മാത്രമേ സഹായിക്കൂ എന്ന്. ദീപികയുടെ എഡിറ്റോറിയൽ നോക്കുക, വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നു. ദീപിക മുഖം നോക്കാതെ നിലപാടെടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. ക്രൈസ്തവ സഭയുടെ മുഖപത്രം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാം ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും ഏത് സർക്കാരിനെതിരെയും, അത് BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, ആർക്കെതിരെയും നിലപാടെടുക്കും. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മാധ്യമ സ്ഥാപനമാണ്. ആ ദീപിക ഈ വികാരം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. അത് മുഴുവൻ എല്ലാവരും കേൾക്കേണ്ടതാണ്. സമസ്ത ഇതിന് മറുപടിയും പറയേണ്ടതാണ്. വാസ്തവത്തിൽ വലിയ ഭിന്നതയിലേക്ക് സമസ്ത ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നു അധ്യയന സമയ വിവാദത്തിലൂടെ എന്ന് വ്യക്തമാക്കുകയാണ് ദീപികയുടെ എഡിറ്റോറിയൽ. മുഴുവൻ കേൾക്കുക. സീസറിനുള്ളത് ദൈവത്തിന് വേണ്ട, ഇതാണ് ദീപികയുടെ എഡിറ്റോറിയലിന്റെ ഹെഡിങ്. മാറ്റം വരുത്തിയ സ്കൂൾ സമയം സംബന്ധിച്ച് മുസ്ലിം സംഘടനയായ സമസ്തയുടെ വിയോജിപ്പ് ചർച്ച ചെയ്യാനുള്ള സർക്കാർ തീരുമാനം ജനാധിപത്യപരമാണ്. പക്ഷെ സർക്കാരിനോട് ആവശ്യപ്പെടാൻ സമസ്ത ഏകോപന സമിതി എടുത്ത തീരുമാനങ്ങളായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മതേതരത്വ വിരുദ്ധമാണ്. സമയമാറ്റത്തിലെ അധിക അരമണിക്കൂർ വൈകുന്നേരത്തേക്ക് മാറ്റണമെന്നും ഓണം, ക്രിസ്മസ്, മധ്യവേനൽ അവധികൾ വെട്ടിക്കുറച്ച് അധ്യയന സമയം വർദ്ധിപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് വാർത്തകൾ. അതായത് പ്രവൃത്തി ദിനങ്ങളിലെ പൊതുവിദ്യാഭ്യാസ സമയം പോലും മതപഠനത്തിനനുസരിച്ച് ക്രമീകരിച്ചു കൊള്ളണമെന്ന്. ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മാറ്റരുതെന്ന് പറയുന്നവർ തന്നെ മതപഠനം കഴിഞ്ഞു മതി പൊതുപഠനം എന്ന് പറയുകയോ? കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 പുറത്തു വന്നതോടെ തുടങ്ങിയതാണ് സമയമാറ്റ ചർച്ച. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം 2009 അനുസരിച്ച് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ പഠന സമയം വേണം. പക്ഷെ ഒരിക്കലും നടപ്പിലായില്ല. ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കുന്നതിനെതിരെ അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ റദ്ദാക്കി. വിദ്യാഭ്യാസ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കാൻ 2024 ഓഗസ്റ്റിൽ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. LP സ്കൂളിൽ 198 പ്രവൃത്തി ദിനങ്ങൾക്കുള്ള നിശ്ചിത 800 മണിക്കൂർ നിലവിലുണ്ട്. UP ക്ലാസുകളിൽ 200 പ്രവൃത്തി ദിനങ്ങളിലെ 1000 മണിക്കൂർ തികയ്ക്കാൻ 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാക്കി. ഹൈസ്കൂളുകളിൽ 1100 മണിക്കൂറിനുള്ള 220 പ്രവൃത്തി ദിവസം ഉറപ്പിക്കാൻ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചകഴിഞ്ഞും 15 മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത്. രാവിലെ 9:45 മുതൽ വൈകുന്നേരം 4:15 വരെയാണ് പുതിയ സമയം. പക്ഷേ 2025 ജൂൺ 10 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിനെതിരെ സമസ്ത രംഗത്തെത്തി. മദ്രസ പഠനത്തിന്റെ സമയം നഷ്ടമാകുമെന്നതാണ് കാരണം. മദ്രസ പഠനത്തിന് മാത്രം നിഷ്കർഷിക്കുന്ന അത്രയും സമയം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വാദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മറ്റു മതസ്ഥർ തങ്ങളുടെ ആരാധനകൾക്കും മതപഠനങ്ങൾക്കും ഒഴിവ് ദിവസങ്ങളിലാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലും സർക്കാർ പലപ്പോഴും പ്രവൃത്തി ദിനമാക്കിയിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ചകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അധ്യയന സമയം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. പുതിയ സ്കൂൾ സമയത്തും അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനു പുറമെയാണ് എല്ലാ മതസ്ഥർക്കും മതമില്ലാത്തവർക്കും വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സമയം മദ്രസ പഠനത്തിന് വേണ്ടി ഒഴിവാക്കണമെന്ന ആവശ്യം. സമാന ആവശ്യങ്ങൾ മറ്റുള്ളവരും ഉന്നയിച്ചാൽ കാര്യങ്ങൾ എവിടെയെത്തും? ഓണത്തിനും ക്രിസ്മസിനും 10 ദിവസം അവധി നൽകുമ്പോൾ പെരുന്നാളിന് 1 ദിവസം മാത്രമേ അവധി നൽകുന്നുള്ളൂവെന്നും ഇത് ചൂണ്ടിക്കാണിച്ചാൽ അപരമത വിദ്വേഷമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും സമസ്ത നേതാവ് നാസർ ഫൈസർ കൂടത്തായി 2022 ഡിസംബറിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷെ മറ്റാർക്കും നൽകാത്ത പ്രാർത്ഥനാ സൗകര്യം എല്ലാ വെള്ളിയാഴ്ചയും തങ്ങൾക്ക് ലഭിക്കുന്നതോ അതിനെ മറ്റുള്ളവർ മാനിക്കുന്നതോ അദ്ദേഹം മറന്നു. മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. CBSE ഉൾപ്പെടെ കേന്ദ്ര സിലബസിൽ പഠിക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് മദ്രസ പഠനത്തിനുള്ള സമയമില്ലെങ്കിലും ആർക്കും പരാതിയുള്ളതായി കേട്ടിട്ടില്ല. മദ്രസയിലെയും പൊതുവിദ്യാലയങ്ങളിലെയും പഠന സമയം വർദ്ധിക്കുന്നത് കുട്ടികളെ ക്ഷീണിതരാക്കുമെന്ന വാദവും ചിലർ ഉന്നയിച്ചു കണ്ടു. അതിൽ കാര്യമുണ്ട്. പക്ഷേ സ്കൂൾ പഠനത്തിന് പുറമെ സ്വന്തം കുട്ടികൾക്ക് മേൽ 2 മണിക്കൂർ മദ്രസ പഠനം കൂടി ചുമത്തിയവരുടേതാണ് ഈ രോദനം. മദ്രസ പഠന സമയത്തിൽ നിന്ന് 15 മിനിറ്റ് കുറച്ചാൽ ഇത് പരിഹരിക്കാവുന്നതല്ലേ? കോവിഡ് കാലത്ത് എന്ന പോലെ ഓൺലൈൻ മദ്രസ പഠനവും പലരും നിർദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ മതപഠനത്തെ പൊതുവിദ്യാഭ്യാസവുമായി കൂട്ടിക്കുഴയ്ക്കാത്തവരുടെ ചെലവിൽ മദ്രസ പഠനത്തിന് സമയം കണ്ടെത്താൻ ശ്രമിക്കരുത്. സ്കൂൾ സമയമാറ്റത്തിൽ പുറകോട്ടില്ലെന്നും തീരുമാനം മാറ്റാൻ വേണ്ടിയല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. 12 ലക്ഷത്തോളം മദ്രസ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമസ്ത. പക്ഷേ അതിലേറെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയത്തിൽ നിന്ന് മന്ത്രി പിന്മാറുമോ എന്നറിയില്ല. മുസ്ലിം മതമൗലികവാദി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് സൂംബ ഡാൻസ് ചുവടെതിർന്ന് നിൽക്കുകയാണ്.
വിദ്യാഭ്യാസ രംഗത്ത് മതങ്ങളും സർക്കാരുകളും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയതല്ല. അപ്പോഴൊക്കെ കോടതികൾ ഇടപെടുകയും ന്യായം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യായമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സമസ്തയ്ക്കും സമാന സംഘടനകൾക്കും കോടതിയെ സമീപിക്കാം. ജനാധിപത്യ മതേതര സംവിധാനത്തിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തേ മതിയാകൂ. തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ സീസറിനുള്ളതും ദൈവത്തിന് കൊടുക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ ഇതൊരു പുതിയ വഴിയായിരിക്കും. മറ്റു മൗലികവാദങ്ങൾക്കും കടന്നു കയറാനുള്ളത്. ഞായറാഴ്ചകളെയും വിശുദ്ധ ദിനങ്ങളെയും പോലും പ്രവൃത്തി ദിവസമാക്കിയിട്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം അറിയാൻ കൗതുകമുണ്ട്. വളരെ വ്യക്തമായാണ് ദീപിക ഇത് പറഞ്ഞിരിക്കുന്നത്. ദീപികയുടെ ചോദ്യങ്ങൾക്ക് സമസ്തയും സർക്കാരുമൊക്കെ ഉത്തരം നൽകേണ്ടതുണ്ട്.